നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ദേശീയപാതകളുടെ നിലവാരം വർദ്ധിച്ചു വരികയാണ്. ഇതിൽ പുതിയ ദേശീയപാതകളുടെ നിർമ്മാണവും ഉള്ളവയുടെ നവീകരണവുമൊക്കെ ഉൾപ്പെടും. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, എല്ലാവരും അനുകൂലിക്കുന്ന ഘടകവും തന്നെയാണ്. എന്നാൽ പലർക്കും ഒരു എതിരഭിപ്രായം വരുന്നത് ടോൾ പിരിവിൻ്റെ കാര്യത്തിലാണ്. ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ടോളിനെ അപ്പാടെ എതിർക്കുന്നവരൊന്നുമല്ല, മറിച്ച് വർദ്ധിച്ച ടോൾ നിരക്കിനെയാണ് എതിർക്കുന്നത്. ഈ നിരക്കിൽ ദൈനംദിന യാത്ര നടത്തുക എന്നുള്ളത് പലരെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനിപ്പോൾ ഒരു പരിഹാര മാർഗവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ദേശീയപാത അതോറിറ്റി. വിശദാംശങ്ങൾ പരിശോധിക്കാം. ടോളിൻ്റെ കാര്യത്തിൽ ഒരു ആനുവൽ പാസ് അല്ലെങ്കിൽ 15 വർഷത്തേക്കുള്ള ഒരു പാസ് കൊണ്ടുവരാനാണ് ഇവിടെ ദേശീയപാത അതോറിറ്റി ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള പാസുകൾ ഒരു മാസത്തേക്കും വർഷത്തേക്കുമൊക്കെ നിലവിലും ലഭ്യമാണ്. പക്ഷേ അതൊക്കെ ഒരു നിശ്ചിത ദൂരത്തേക്കാണെന്ന് മാത്രം. എന്നാൽ ഇവിടെ ഇപ്പോൾ ആലോചിക്കുന്നത് ഒരു വർഷത്തിൽ 3000 രൂപയുടെ പാസ് എടുത്താൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള ഒരു സ്കീം ആവിഷ്കരിക്കാനാണ്. കൂടാതെ 15 വർഷത്തേക്കുള്ള പാസ്സാണെങ്കിൽ 30,000 രൂപയായിരിക്കും നിരക്ക്. ഇത്തരത്തിലുള്ള ഒരു സ്കീം കൊണ്ടുവരാനുള്ള ആലോചനകൾ നടക്കുകയാണ്. ഇത് കമേഴ്സ്യൽ വാഹനങ്ങൾക്ക് മാത്രമാണോ അതോ സ്വകാര്യ വാഹനങ്ങളെ കൂടെ ഉൾപ്പെടുത്തുമോ, അതല്ല ഇരുകൂട്ടർക്കും ബാധകമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതായി ഉണ്ട്. ഇന്ത്യയിൽ ടോൾ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും പിരിഞ്ഞു കിട്ടുന്നത് കമേഴ്സ്യൽ വാഹനങ്ങളിൽ നിന്നാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിലൊക്കെ ഒരു വർഷത്തിൽ 3 യാത്ര നടത്തുമ്പോൾ തന്നെ മുടക്കിയ പണം മുതലായി കിട്ടും. ഇനി അറിയാനുള്ളത് കേന്ദ്ര സർക്കാർ ഈ ഒരു സ്കീം നടപ്പിലാക്കുമോ, ഇനി അഥവാ നടപ്പിലാക്കിയാൽ തന്നെ ഈ നിരക്കിൽ തന്നെ ആയിരിക്കുമോ അത് നടപ്പിലാക്കുന്നത് എന്നൊക്കെയാണ്. ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ ഏവരെയും ഞെട്ടിച്ചതുപോലെ ഈ ഒരു കാര്യത്തിലും അങ്ങനെ ഒരു ഞെട്ടിക്കൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്